ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു അപ്ഡേറ്റിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. GSTയിൽ ഇപ്പോൾ 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ Eway ബില്ല് ജനറേറ്റ് ചെയ്യാനും e-invoice ജനറേറ്റ് ചെയ്യാനും നമുക്ക് ഒരു ഒതൻറ്റിക്കേഷൻ ചെയ്യണം. അതൊരു SMS-ൽ ഒരു OTP വൺ ടൈം പാസ്വേഡ് വഴി ഒരു ഒതൻറ്റിക്കേഷൻ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാണ്. അതെങ്ങനെയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ എടുക്കേണ്ടത്, എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് OTP വരുന്നത്, ഇപ്പോൾ നമ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻ്ററാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. നമുക്കറിയാം, അവരാണ് നമ്മുടെ ഈ വെബ്സൈറ്റ് റൺ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഇത് 100 കോടിക്ക് മുകളിലുള്ള ആൾക്കാർക്ക് മാത്രമായിരുന്നു ആപ്ലിക്കബിൾ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നവംബർ 1 മുതൽ ടേൺ ഓവർ 20 കോടിക്ക് മുകളിൽ വന്നിട്ടുള്ള എല്ലാവരും തന്നെ ഈ 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ ചെയ്യണം. വൈകാതെ തന്നെ ഇത് എല്ലാ രജിസ്റ്റേർഡ് എൻറ്റിറ്റീസിനും ഈ 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ വരും. അപ്പോൾ നിലവിൽ ടേൺ ഓവർ 20 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ളവർ മാത്രം ഈ രജിസ്ട്രേഷൻ ചെയ്താൽ മതി, 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ ചെയ്താൽ മതി. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഈ വെബിൽ സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പറയും 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ എടുക്കാൻ പറയും. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ എടുക്കണ്ട. അപ്പോൾ ഇത് 3 രീതിയിലാണ് നമുക്ക് OTP വരുന്നത്. ഒന്ന് SMS വഴി GST രജിസ്റ്റേർഡ് ലോഗിൽ നമ്മുടെ ഓതറൈസ്ഡ് സിഗ്നേറ്ററിയുടെ നമ്പറും ഡീറ്റെയിൽസും നമുക്ക് കൊടുത്തിട്ടുണ്ടാവും. കാരണം നമ്മൾ 3Bയും 1ഉം ഫയൽ ചെയ്യാൻ നേരത്ത് OTP വരുന്ന ആ നമ്പറിൽ ഒന്ന് SMS വരും. അല്ലെങ്കിൽ സാൻഡസ് ആപ്പ് എന്ന് പറഞ്ഞൊരു യൂട്ടിലിറ്റി ഉണ്ട്, നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ രജിസ്റ്റേർഡ് ആരാണോ രജിസ്റ്റേർഡ് ഓതറൈസ്ഡ് സിഗ്നേറ്ററി GST ഉള്ളത് ആ നമ്പറിൽ ലോഗിൻ ചെയ്യുക. ആ നമ്പറിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് OTP ജനറേറ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ OTP ലഭിക്കും. പിന്നെ അടുത്തത് NIC GST ഷീൽഡ് ആപ്പ് എന്ന് പറഞ്ഞ ആപ്പിൽ കൂടിയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 3 രീതിയിലാണ് നമുക്ക് OTP ലഭിക്കുന്നത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നോർമലി നമ്മൾ ഈ വെബിലെ സൈറ്റിൽ ലോഗിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് യൂസർ ഐഡിയും പാസ്വേഡും അടിച്ചിട്ട് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സൈഡിൽ ഡാഷ്ബോർഡിൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഇത് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു വിൻഡോ വരും, രജിസ്റ്റർ ഫോർ 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ. അപ്പോൾ ഇവിടെ എസ് കൊടുക്കാൻ നേരത്ത് GST സൈറ്റിൽ ആരെയാണോ ഓതറൈസ്ഡ് സിഗ്നേറ്റർ കൊടുത്തിരിക്കുന്നത് അവരുടെ ഫോൺ നമ്പറിലേക്ക് ഒരു OTP പോകും. അപ്പോൾ ആ OTP നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ വരും. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോഗിൻ ചെയ്യണ സമയത്ത് ഇതുപോലെ ഒരു OTP ഒതൻറ്റിക്കേഷൻ വഴി മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു Eway ബില്ല് ജനറേറ്റ് ചെയ്യണ സമയത്ത് നമുക്ക് ചെയ്യണമെങ്കിൽ ലോഗിനിൻ്റെ സമയത്താണ് OTP ചോദിക്കുന്നത്. ഒരു തവണ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര Eway ബില്ല് വേണമെങ്കിൽ നമുക്ക് ജനറേറ്റ് ചെയ്താം. പക്ഷേ ലോഗ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ലോഗിൻ ചെയ്യണമെങ്കിലും OTP വേണ്ടി വരും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 3 രീതിയിലാണ് OTP വരുന്നത്. ഒന്ന് SMS, ആരാണോ രജിസ്റ്റേർഡ് എൻറ്റിറ്റി അവർക്ക് SMS വരും. പിന്നെ ഉള്ളത് സാൻഡസ് ആപ്പ്, നമ്മുടെ ഫോണിൽ ഐഫോണിലാണെങ്കിലും ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിലും സാൻഡസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആരുടെയാണോ ഓതറൈസ്ഡ് സിഗ്നേറ്ററി ആ നമ്പറിൽ തന്നെ ലോഗിൻ ചെയ്യണം. അതിപ്പോൾ പല ഫോണിൽ നമുക്ക് വേണമെങ്കിൽ ലോഗിൻ ചെയ്യാം. അങ്ങനെ വേണം ലോഗിൻ ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു നിലവിൽ കൊണ്ടുവരാനുള്ള സാഹചര്യം കുറച്ചും കൂടി റോബസ്റ്റ് ആക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇതിൻ്റെ ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പേഴ്സൺ നമുക്കറിയാം, ഒരു GST രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓതറൈസ്ഡ് സിഗ്നേറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടറോ അല്ലെങ്കിൽ പാർട്ണറോ അങ്ങനത്തെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ അവർക്കപ്പോൾ ഫുൾ ടൈം നമുക്ക് ഇങ്ങനെ OTP പറഞ്ഞു തരാനുള്ള ഇതുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബിസിനസ്സിൻ്റെ ഇത് ഡിലേ ചെയ്യും, അവരുടെ റണ്ണിങ് സമയം ഡിലേ ചെയ്യും. പിന്നെ നമുക്ക് ആ കറക്റ്റ് സമയത്ത് ആ OTP കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ എറർ ആകാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് നമുക്ക് യൂസർ മാനേജ്മെൻറ്റ് ഒരു സെപ്പറേറ്റ് യൂസർ ID ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര യൂസർ ID വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ
ഇപ്പോൾ ഒരു അക്കൗണ്ട് തന്നെ ആണെങ്കിൽ ആ അക്കൗണ്ടിൻ്റെ പേരിൽ നമുക്കൊരു യൂസർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കാണാം ഈ യൂസർ മാനേജ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്രിയേറ്റ് സബ് യൂസർ, ഈ ക്രിയേറ്റ് സബ് യൂസർ ചെയ്യുക. കാരണം നമുക്ക് എല്ലാ തവണയും ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സോ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ആരാണോ ഈ വെബിൽ ജനറേറ്റ് ചെയ്യുന്നത് അവരുടെ നമ്പറിലോ ഇമെയിൽ ഐ ഡി വഴി നമുക്ക് യൂസർ മാനേജ് ചെയ്യാം, ക്രിയേറ്റ് സബ് യൂസർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ക്രിയേറ്റ് സബ് യൂസർ കൊടുക്കുക. അപ്പോൾ സബ് യൂസർ കൊടുക്കുമ്പോൾ ഒരു OTP പോകും. ആ OTP കൊടുത്തിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഫില്ല് ചെയ്താൽ മതി. ജസ്റ്റ് ആരുടെയാണോ യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ ഒരു ലോഗിൻ ഐ ഡി കൊടുക്കുക, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, എന്നിട്ട് അവരുടെ ഡെസിഗ്നേഷനും കൂടി കൊടുക്കണം. അത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സെപ്പറേറ്റ് യൂസർ ഐ ഡി ലോഗിൻ കിട്ടും. എന്നിട്ട് ആ ലോഗിനിൽ കയറിയിട്ട് ഈ വെബിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്രിയേറ്റ് യൂസർ ഐ ഡി ഈ സബ് യൂസറിൻ്റെ ഈ ജസ്റ്റ് ഈ വെബിൽ ജനറേറ്റ് ചെയ്യാൻ മാത്രമേ അവർക്ക് റൈറ്റ് ഉള്ളൂ, വേറെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതൊരു സേഫസ്റ്റ് മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ പർട്ടിക്കുലർ ഇപ്പോൾ പല പല ബ്രാഞ്ചസ് ഉള്ള ഇതാണെങ്കിൽ ഓരോ ബ്രാഞ്ചിനും ഓരോ യൂസർ ഐ ഡി വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവരുടെ ബ്രാഞ്ചിൻ്റെ റണ്ണിങ് ടൈമിൽ ഈസി ആയിട്ട് അവർക്ക് ചെയ്യാൻ കഴിയും. പിന്നെ നമുക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് യൂസർ ചെയ്യാം. ഇപ്പം ഒരാളുടെ നമ്പർ മാറ്റുക അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഫ്രീസ് ചെയ്യാം. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്കത് ഫ്രീസ് ചെയ്യാം, സബ് യൂസറിനെ ഫ്രീസ് ചെയ്യാം. പിന്നെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ പാസ്വേഡും ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഏറ്റവും നിർബന്ധമായിട്ട് ചെയ്തിരിക്കുന്നത് ഒരു സബ് യൂസറെ ക്രിയേറ്റ് ചെയ്യുകയാണ് ഏറ്റവും വേണ്ടത്. കാരണം നമുക്ക് അറിയാം ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സോ ഓതറൈസ് സിഗ്നേറ്ററി അവർക്ക് നമുക്ക് ഫുൾ ടൈം അവരെ വിളിച്ച് OTP ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ആരാണോ ഈ വെബിൽ ജനറേറ്റ് ചെയ്യുന്നത് ആ കൺസേണിലെ ആളുടെ പേരിൽ ഒരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിലവിൽ ഇപ്പോൾ 20 crores എബവ് വന്നാൽ മാത്രമേ ആപ്ലിക്കബിൾ ആവുകയുള്ളൂ. നമുക്കത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് അറിയാൻ പറ്റും. കാരണം ഓൾറെഡി അത് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മളത് കമ്പൾസറി രജിസ്ട്രേഷൻ എടുക്കാൻ പറയും, 2 factor രജിസ്ട്രേഷൻ എടുക്കാൻ പറയും. അപ്പോൾ ഇനി മുതൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ വെബിൽ ജനറേറ്റ് ചെയ്യാൻ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ആ OTP വഴി മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 3 ഓപ്ഷൻ ഒന്ന് SMS വഴി, പിന്നെ സാൻഡസ് ആപ്പ് പ്ലേ സ്റ്റോറിൽ ജസ്റ്റ് ഈ പേര് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, സാൻഡസ് ആപ്പ് സെർച്ച് ചെയ്താൽ മതി, നമുക്കത് കിട്ടും. അപ്പോൾ ഇനി മുതൽ കുറച്ചും കൂടി റോബസ്റ്റ് ആക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. പക്ഷേ കുറച്ച് ഡിഫിക്കൽട്ടിയാണ്. കാരണം ഫുൾ ടൈം നമുക്ക് എപ്പോഴും ഈ വെബിൽ ജനറേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. പിന്നെ പല പല സോഫ്റ്റ്വെയർസ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ക്ലിയർ ടാക്സ് അതുപോലത്തെ ടാറ്റയുടെ സോഫ്റ്റ്വെയർ അങ്ങനത്തെ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്. അതുവഴി നമുക്ക് ഈ OTP ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും. പക്ഷെ അത് കുറച്ച് ചിലവേറിയതാണ്. അപ്പോൾ നോർമൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 2 factor authentication ചെയ്യണം. അത് കഴിഞ്ഞ് സബ് യൂസറിനെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിയേറ്റ് സബ് യൂസർ ആരാണോ ഈ വെബിൽ എടുക്കുന്നത് അവർക്ക് ഓരോ ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ലോഗിൻ പ്രകാരം ഈ ജനറേറ്റ് ചെയ്തിട്ട് ഈ വെബിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.